ജീവിതം ഒരു യാത്രയാണ്. ആ പശ്ചാത്തലത്തിലാണ് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ജീവിതത്തെ സ്വർഗീയ ഇടയനോട് ഉപമിച്ച് തൻ്റെ ജീവിതത്തെ നവദർശനത്തോടെ കാണുന്നതിന് ശ്രമിക്കുന്ന ഒരു ദാവീദിന്റെ ചിത്രമാണ് 23-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുന്നത്. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ കാണുവാൻ ശ്രമിക്കുന്നത്? ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എഴുതപ്പെട്ട ഒരു സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും നമ്മൾ വിശദമായി പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഇത് എഴുതപ്പെട്ടു എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, ദാവീദ് ഒരു ആട്ടിടയനായിരുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം അതൊക്കെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇശായിയുടെ മക്കളിൽ ഏറ്റവും ഇളയവനായ ദാവീദ് ഒരാട്ടിടയനായിരുന്നു. അപ്പോൾ ആടും ഇടയനുമായുള്ള ബന്ധം വളരെ പരിചിതമായതാണ്. ആടുകൾ ഇടയനെ പരിപൂർണമായി ആശ്രയിച്ചാ ജീവിക്കുന്നത്. ഭക്ഷണം, വഴിനടത്തൽ, അതിന്റെ സംരക്ഷണം, ഇതെല്ലാം ഇടയന്റെ ചുമതലയും. ഒരു ആട്ടിടയൻ എന്ന നിലയിൽ ദാവീദിനെ സംബന്ധിച്ചോളം ഇത് വളരെ പരിചിതമായത്. ആ പശ്ചാത്തലത്തിൽ സങ്കീർത്തനം എഴുതുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒരാട്ടിടയിൽ നിന്ന് ഒരു രാജാവായി ഉയർത്തപ്പെടുന്ന ദാവീദിനെയാണ് നമ്മൾ ദർശിക്കുന്നത്. അതും ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ തന്നെയാണ്. അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇടയനായിരുന്ന, ആടുകളുടെ ഇടയനായിരുന്ന ദാവീദിനെ ആളുകളുടെ ഇടയനായി ഉയർത്തപ്പെടുന്നു. അവിടെ അനോയിന്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. സമയം പരിമിതമാണല്ലോ, 8 മണിക്ക് നമ്മൾ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോകട്ടെ. അതുമാത്രമല്ല, രാജാവായി ഉയർത്തപ്പെട്ടു എന്നത് മാത്രമല്ല, പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ദാവീദ്. അതും ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ തന്നെയാണ്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഗോലിയാത്തിനെ നേരിട്ടതിനെ പറ്റിയാണ്. അപ്പോൾ ദൈവത്തിന്റെ അദൃശ്യമായ കരം, ദൈവിക സാന്നിധ്യം തന്റെ ജീവിതത്തിൽ അനുഭവിച്ചതിനെ ഓർമ്മ വെച്ചുകൊണ്ട് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്നു. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ ആട്ടിടയൻ എന്ന നിലയിൽ, രാജാവ് എന്ന നിലയിൽ പ്രതിയോഗിയെ നേരിടുന്നതിന് ദൈവം തമ്പുരാൻ നൽകിയ വലിയ കരുതലിനെ ഓർത്ത് ഇതെല്ലാം ആ ഭാഗത്ത് പ്രതിപാദിക്കപ്പെടുകയാണ്. അത് മാത്രമോ, ഒരു വലിയ ദേവാലയത്തിന്റെ ശില്പിയായിരുന്നു. എന്താ, ബിഷപ്പിന് തെറ്റിപ്പോയി എന്ന് ഓർക്കാം അല്ലേ? ശലോമോനാ പണിതത്, ശരിയാണ്. പക്ഷേ ഞാൻ പറയും, ആ ദേവാലയത്തിന്റെ ശില്പി ദാവീദാണ്. വേണ്ടതെല്ലാം ക്രമീകരിച്ചു, മകനെ അതിനൊരുക്കി, ജനത്തെ സജ്ജമാക്കി, തൻ്റെ കൈവശമുള്ള സമ്പത്തും ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ എങ്ങനെ ശില്പിയല്ലെന്ന് പറയാതിരിക്കാൻ ഒക്കുന്നത്? ഒരു ആലയത്തിന്റെ ശില്പിയായിരുന്ന ദാവീദ് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലേ. ലോകരക്ഷിതാവായ മശീഹായുടെ അഥവാ വീണ്ടെടുപ്പുകാരന്റെ പ്രക്രിയയുടെ ഭാഗമായി അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള ചരിത്രം ഇങ്ങനെ നീണ്ടുപോകുന്ന തികഞ്ഞ ജീവിത അനുഭവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്
ദാവീദ് എഴുതിയതാണ് ഈ സങ്കീർത്തനം. ഈ പശ്ചാത്തലങ്ങളെല്ലാം ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ ഒരു യാഥാർത്ഥ്യം. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ സങ്കീർത്തനത്തെ കാണുവാൻ ശ്രമിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ രണ്ട് വ്യത്യസ്തമായ വീക്ഷണത്തെ പറ്റിയാണ് ഒന്നാം ഭാഗത്ത് പ്രതിപാദിക്കുവാൻ ചിന്തിക്കുന്നത്. 2-dimensional vision about our life. ജീവിതത്തെ പറ്റി ഒത്തിരി പ്രതീക്ഷകളുള്ളവരാണ് ഞാനും നിങ്ങൾ. പക്ഷേ ജീവിതത്തിൻ്റെ രണ്ട് വ്യത്യസ്തമായ വീക്ഷണങ്ങളെ പറ്റി 23-ാം സങ്കീർത്തനത്തിൽ ഈ ദാവീദ് പ്രതിപാദിക്കുക. വെറും സിമ്പിളായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒന്നാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ദൈനംദിനം എന്നെ നടത്തുന്ന ദൈവം. രണ്ട്, 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ നടത്തുന്ന ദൈവം. എന്നെ ദൈനംദിനം നടത്തുന്ന ഒരു ദൈവം. വിശ്വാസ സമൂഹമേ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇത് മാത്രമല്ലേ എപ്പോഴും? എന്നെ ദൈനംദിനം നടത്തുന്ന ഒരു ദൈവത്തെ മതി എനിക്ക്. ഇതല്ലേ പലപ്പോഴും നമ്മളെ ചിന്ത. അന്നത്തെ ആഹാരം തന്ന്, എനിക്ക് ആവശ്യമായ പുൽപ്പുറങ്ങൾ കാട്ടിത്തന്ന്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്ന ഒരു ദൈവത്തെ മതി എനിക്ക്. ഇതല്ലേ പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാട്. എന്നാൽ ഈ ദൈവത്തിൻ്റെ നന്മയും കരുണയും എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരുന്നു. ഈ ഒരു വലിയ ദീർഘവീക്ഷണത്തെ പറ്റി ഇവിടെ സങ്കീർത്തനക്കാരനിവിടെ ഓർപ്പിക്കുക. നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അന്നത്തേക്കുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു പോകുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതല്ല ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമെന്ന് സങ്കീർത്തനക്കാരൻ എടുത്തു പറയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ജീവിതത്തെ പറ്റി നിനക്കും എനിക്കും ഒരു ദീർഘവീക്ഷണം ഉണ്ടാകണം എന്ന് പറയുന്നത്. ആയുഷ്കാലം മുഴുവൻ ജീവിക്കേണ്ട ജീവിതത്തെ പറ്റിയുള്ള ബോധ്യമുണ്ടാകണം. അർത്ഥത്തിൽ പറഞ്ഞാൽ നാളെയെ പറ്റിയുള്ള എൻ്റെ ജീവിതത്തിന്റെ ഒരു പ്രതീക്ഷയുണ്ടാകണം എന്ന് ദാവീദ് ഇവിടെ എടുത്തു പറയുവാൻ ശ്രമിക്കുക. ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ചിന്തിച്ച് ദിനംതോറും ജീവിപ്പാൻ സാധിക്കണം. ഒരു ചോദ്യം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതല്ലേ? CSI സഭ മധ്യകേരള മഹായിടവക ഈ വർഷം ഇയർ ഓഫ് റിന്യൂവൽ ആയിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുതുക്കത്തിന്റെ വർഷമാണ്. വ്യക്തി ജീവിതത്തിൽ പുതുക്കം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് സഭ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈനംദിനം നീ ദൈവത്തോടൊത്ത് നടക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുമോ? എന്റെ ദൈനംദിന ജീവിതത്തിൽ ഈ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അന്നത്തേക്കുള്ള ആഹാരം തരണമേ എന്ന് എന്നും പ്രാർത്ഥിക്കുന്ന എനിക്ക്, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഈ ദിനവും സാധിച്ചിട്ടുണ്ടോ? ജീവിതകാലം മുഴുവൻ നടക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ജനനം മുതൽ ഇന്നുവരെ ജീവിതകാലം മുഴുവൻ ഈ ദൈവത്തോടൊത്ത് നടക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ഒരാഴ്ചത്തെ വചന കേൾവി എന്നെയും നിങ്ങളെയും നമ്മുടെ വ്യക്തി ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാൻ, എന്റെ നടുപ്പിൽ വന്നുപോയ ബലഹീനതകളെ കണ്ടെത്തുവാൻ,
ഈ കൺവെൻഷൻ വേദികൾ ഒരു തിരുത്തലിന്റെ വേദിയായി, ഒരു പുതുക്കത്തിന്റെ അനുഭവമായി മാറേണ്ടിയിരിക്കുന്നു. ദാവീദ് ഓർപ്പിക്കുന്ന രണ്ട് വ്യത്യസ്തമായ വീക്ഷണമാണ്. ഇന്നേ പറ്റി മാത്രം ഓർത്ത് ജീവിക്കേണ്ടതല്ല, പിന്നെയോ ഒരു ജീവിത വീക്ഷണം. ആയുഷ്കാലം മുഴുവൻ ഈ ദൈവത്തെ മുറുകെ പിടിക്കും. പാലം കടക്കുവോളമല്ല, പാലം കടന്നാലും ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറയുന്ന, പക്ഷെ ഞാനും നിങ്ങളും പലപ്പോഴും മറന്നു പോകുന്നവരല്ലേ അവിടെ. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മുറുകെ പിടിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും. നീങ്ങട്ടെ, സമയം പോകുന്നല്ലോ. രണ്ടാമത് രണ്ട് വ്യത്യസ്തമായ, ഒന്നാമത് ഈ സംഘത്തിൽ കാണാൻ ശ്രമിച്ചത് രണ്ട് വീക്ഷണമായിരുന്നുവെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് തുടർന്ന് കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിന്റെ പച്ചയായ രണ്ട് ഭാഗങ്ങളെ പറ്റി, ദ ടു സൈഡ്സ് ഓഫ് ലൈഫ്. രണ്ടാം വാക്യത്തിൽ പറയുക പച്ചയായ പുൽപ്പുറമാ ഒന്ന്. രണ്ട്, നാലാം വാക്യത്തിൽ പറയുക കൂരിൽ താഴ്വരയുടെ അനുഭവം. ദാവീദ് കടന്നുപോയ ജീവിത അനുഭവത്തിൽ നിന്ന് വ്യക്തതയോടെ ദാവീദ് രേഖപ്പെടുത്തുന്നത്, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് പച്ചയായ പുൽപ്പുറം മാത്രമാണ്. ഇത് രണ്ടും പക്ഷെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. എന്നാൽ പലപ്പോഴും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ഈ പച്ചയായ പുൽപ്പുറങ്ങൾ മാത്രമാണ്. തണുത്ത വെള്ളം, സൗഭാഗ്യങ്ങളും. നമ്മുടെ പ്രാർത്ഥനയൊന്ന് ചിന്തിച്ചു നോക്കുകയും, ഇത് മാത്രമല്ല, ഈ പച്ചയായ പുൽപ്പുറത്തിന്റെ പ്രാർത്ഥനയല്ലേ പലപ്പോഴും നമ്മളുടേത്. ദൈവം ഈ സാധ്യതകളൊക്കെ തരുമ്പോഴോ അതിൽ മതിക്കുന്ന സ്വഭാവം, മതിമറന്ന് ജീവിച്ചു പോകുന്ന സ്വഭാവം, ജീവിച്ചു പോയ എന്റെയും നിങ്ങളുടെയും ബലഹീനതകൾ, അതിനെപ്പറ്റി നമ്മെ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുവാൻ ആഹ്വാനം ചെയ്യുക. കിട്ടിയില്ലെങ്കിലോ ആ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവം. ഞാൻ ഇടവപ്പട്ടക്കാരനായി ശുശ്രൂഷ ചെയ്ത ഒരു ദേവാലയത്തിന് രണ്ടമ്മച്ചിമാരുണ്ടായിരുന്നു. മുടക്കം കൂടാതെ ഞങ്ങളുടെ കൂട്ടായ്മ യോഗത്തിൽ വന്ന് പങ്കെടുത്തിരുന്ന രണ്ടമ്മച്ചിമാർ. ഈ അമ്മച്ചി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ കൊച്ചുമകനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. രോഗിയാണ്. ആ കൊച്ചു പൈതലിന്റെ വിടുതലിന് വേണ്ടി മുടക്കം കൂടാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരമ്മച്ചി. അടുത്ത മാതാവോ തന്റെ സ്വന്തം മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കൂട്ടായ്മക്കാരൻ മുഴുവൻ തുടർച്ചയായി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ വല്യമ്മച്ചിയുടെ കൊച്ചുമകനും മരിച്ചുപോയി. ഞാൻ രണ്ടാമത് പറഞ്ഞ അമ്മച്ചിയുടെ മകളും മരിച്ചുപോയി. പക്ഷെ എന്താ സംഭവിച്ചത്? രണ്ടുപേരുടെയും പ്രതികരണം, സ്വന്തം മകൾ പ്രാർത്ഥിച്ചിട്ടും ലഭ്യമാകാതെ ദൈവം തിരിച്ചു വിളിച്ചപ്പോൾ വിദൂരയിലായിരുന്ന ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, നമ്മുടെ മകള് പോയി, വേഗം വരണം. രണ്ടാമത്തെ അമ്മച്ചി എന്ത് ചെയ്തെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി തരാത്ത ദൈവത്തെ എനിക്കെന്തിനാ? കുറെ കാലം ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്നു. വിശ്വാസ സമൂഹമേ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നത് പച്ചപ്പുൽപ്പുറത്തിന്റെ അനുഭവങ്ങൾ മാത്രമാണ്. ഞാനത് ചോദിച്ചു, എനിക്ക് തന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന അനുഭവത്തിലല്ലേ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. എനിക്ക് ലഭിച്ചാലോ ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ഇന്ന് ഞാനും നിങ്ങളും. ആവശ്യത്തിലിരിക്കുന്നവരെ മറന്നു പോകുന്ന ഒരു സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. സഭകൾ ഇന്ന് പരിസ്ഥിതി വിഷയങ്ങളിൽ കൂടുതൽ പ്രാധാന്യത നൽകുന്നുണ്ട്. ചിലരെങ്കിലും അതിനെ വിമർശിക്കുന്നുമുണ്ട്.
അതാണോ ക്രൈസ്തവ ദർശനമെന്ന്? തീർച്ചയായിട്ടും അതും ക്രൈസ്തവ ദർശനമാണ്. ഞാൻ ജീവിക്കുന്ന ലോകം എനിക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് നൽകേണ്ടതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതും ആവശ്യമാണ്. ഈ ആർത്തി സംസ്കാരം എന്താ ചെയ്തതെന്നറിയാമോ? എല്ലാറ്റിനെയും സ്വന്തമാക്കുവാൻ, എല്ലാത്തിനെയും വശത്തിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം ജീവിക്കുന്ന ഭൂമിയെയും നശിപ്പിക്കുന്ന പ്രക്രിയയിലാണ് പലപ്പോഴും ഏർപ്പെടുന്നത്. ഇന്ന് നാം ജീവിക്കുന്ന ലോകം ഒരു പ്രോസ്പെരിറ്റി കൾച്ചറിന്റെ ലോകമാണ്, ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ ലോകമാണ്. അതിന് പ്രാമുഖ്യം നൽകുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് ഓർക്കുവാൻ ശ്രമിച്ചത് സ്വസ്ഥതയുള്ള പച്ചയായ പുൽപ്പുറത്തിന്റെ അനുഭവമാണ്. മറുഭാഗത്ത് കൂരിൽ താഴ്വരയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് മറന്നു പോകരുത്. ദാവീദ് എടുത്തു കാട്ടുന്നത് തന്നെയാണ്. തന്റെ ജീവിത അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഭാര്യാപിതാവ് ഈ ദാവീദിനെ നട്ടം തിരിച്ച കഥകൾ എല്ലാം ദാവീദിന്റെ ചിന്തയിലുണ്ട്. ആ ഓർമ്മകളൊക്കെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ദാവീദ് എഴുതുന്നത്. പച്ചയായ പുൽപ്പുറത്തിന്റെ അനുഭവം മാത്രമല്ല, പിന്നെയോ കൂരിരുൾ താഴ്വരയുടെ അനുഭവവും ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് തന്നെ പറയുക, സ്വസ്ഥതയുള്ള വെള്ളം, സ്റ്റിൽ വാട്ടർ, അതിന്റെ അനുഭവം. മറുവശത്തോ പ്രക്ഷുബ്ധമായ തിരമാലകളുടെ അനുഭവം, ടർബുലന്റ് വാട്ടർ. നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും എന്താ? ഈ സ്വസ്ഥതയുള്ള വെള്ളമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്താ അറിയാമോ? ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനൊരു പ്രശ്നം, പായൽ പിടിക്കും, ഉപയോഗശൂന്യമായി മാറും ചിലപ്പോൾ. വിശ്വാസ സമൂഹമേ, നീ ജീവിതത്തിന്റെ സ്വസ്ഥത മാത്രം അനുഭവിച്ച് മുന്നേറുമ്പോൾ അപരന് പ്രയോജനമില്ലാത്തതായി മാറുന്നില്ലേ? പായല് പിടിച്ച അനുഭവങ്ങളിലേക്ക്, നിന്റെ അയൽപക്കത്തുള്ള വേദനിക്കുന്നവന്റെ വേദന കാണുവാൻ സാധിക്കാതെ പോകുന്ന മാനസിക അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളുമായി പോകാറില്ലേ പലപ്പോഴും? ഈ കൺവെൻഷൻ എൻ്റെ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ, ആവശ്യത്തിലിരിക്കുന്നവന്റെ വേദനയിൽ പങ്കുചേരുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതായി മാറണം. പ്രക്ഷുബ്ധമായ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയി അല്ലേ? അനിശ്ചിതത്വത്തിന്റെ അനുഭവങ്ങൾ. കഴിഞ്ഞ 2 വർഷം മുൻപ് ഈ മല്ലപ്പള്ളി കൺവെൻഷൻ നമുക്കിവിടെയല്ല കൂടിയത്. ഞാനും വന്ന് പങ്കെടുത്ത് ഒരു മർത്തോമ പള്ളിയിൽ നടന്ന യോഗത്തിലാണ് വന്ന് പങ്കെടുത്ത്. കൂടി വരുവാൻ സാധ്യതകളില്ലാതിരുന്നത് സാഹചര്യം, അനിശ്ചിതത്വത്തിന്റെ അനുഭവങ്ങൾ, ഇനി എന്ത് എന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാതിരുന്ന സാഹചര്യങ്ങൾ. ഈ പ്രക്ഷുബ്ധമായ സന്ദർഭങ്ങളിലും എന്നെയും നിങ്ങളെയും താങ്ങുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുൻപ് മഹായിടവകയിലെ പട്ടക്കാരുടെ ക്ലർജി മീറ്റിംഗ് നടന്നു. 3 ദിവസത്തെ ക്ലർജി മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് നേരെ ബോംബെക്കായി യാത്ര ചെയ്തു. പിറ്റേ ദിവസം അവിടെ സ്ഥിരീകരണം നടക്കി. ആ കൺഫർമേഷൻ സർവീസിൽ പങ്കെടുക്കുവാനായിട്ട് ധൃതി വെച്ച് ഓടിപ്പോയി. ഫ്ലൈറ്റ് ഇറങ്ങി പാഴ്സനേജിൽ ചെന്ന് കഴിഞ്ഞു. അത്യാവശ്യം വിളിക്കേണ്ടവരൊക്കെ വിളിച്ചു. പിറ്റേ ദിവസത്തേക്കുള്ള കൺഫർമേഷൻ കാർഡുകളെല്ലാം സൈൻ ചെയ്തു വെച്ചു. എല്ലാ ക്രമീകരണങ്ങളുമായി ചുറ്റുപാടുള്ള 3 പള്ളികളിലെ കുട്ടികൾ കഴിഞ്ഞ 6 മാസമായി പഠിക്കുക. ഞങ്ങളുടെ കൺഫർമേഷന്, സ്ഥിരീകരണത്തിന്, ആദ്യ കുർബാനയ്ക്ക് കുഞ്ഞുങ്ങളെ ഒരുക്കണമെങ്കിൽ 50 ക്ലാസ്സുകൾ പഠിക്കണം, പരീക്ഷ എഴുതണം, ആ മാർക്ക് ലിസ്റ്റ് ബിഷപ്പിന് കിട്ടണം.
അത്രയും കടമ്പ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ സ്ഥിരീകരണത്തിന് ഇരുത്തത്തുള്ളൂ. കാരണം പിന്നെ അവൻ ഒരിക്കലും ഇരുന്ന് തരത്തില്ല നമുക്ക് പഠിക്കുവാൻ. അവൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ഒരു പട്ടക്കാരന് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ അവസരമാണ്. ഒരു ടീനേജിലുള്ള ഒരു കുട്ടിയെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് ഈ സ്ഥിരീകരണ ക്ലാസ്. അതിനെല്ലാ ക്രമീകരണവും ചെയ്തു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ വിയർക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ബിഷപ്പ് AC ഇട്ടില്ല, അതുകൊണ്ട് ചെറിയ ചൂടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഈ കുഴിത്തടത്തിൽ ഒരു ഇറിറ്റേഷൻ, ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു കുളിക്കണ്ട. കൊച്ചമ്മയോട് പറഞ്ഞു, എനിക്ക് അല്പം ചൂടുവെള്ളം വേണം. ആ ചൂടുവെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു ഡോക്ടറെ വിളിക്കാം. ഒരു കൊച്ചു ലേഡി ഡോക്ടർ വന്നു, റീസെൻ്റ്ലി ഗ്രാജുവേറ്റ് ചെയ്യുക. ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറിൻ്റെ പിതാവിനെയും കൂട്ടിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ആ ഡോക്ടർ വന്ന് പ്രഷർ നോക്കി, പ്രഷർ നോർമലാണ്. എന്നോട് ചോദിച്ചു, എങ്ങോട്ടേലും റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, യാതൊരു പ്രശ്നവുമില്ല. പറഞ്ഞു, ബിഷപ്പ് ഗ്യാസ് ആയിരിക്കും. 3 ദിവസമായില്ലേ അച്ഛന്മാരുടെ കൂടെ വെളിയിൽ കോൺഫറൻസിലായിരുന്നേ, ഭക്ഷണത്തിൻ്റെ പ്രശ്നമായിരിക്കും. ഒരു ഈനോ ഒക്കെ കലക്കി തന്നു, കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പോയി കുറച്ചുകൂടെ വാങ്ങിക്കൊണ്ട്. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സുഖം, കുറേ എമ്പൊക്കെ പോയി, ഒരു പ്രശ്നവും തോന്നിയില്ല. ഈ ഡോക്ടർ ഇപ്പോൾ ഈനോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ബിഷപ്പ് ഇവിടെ അടുത്തൊരു ECG സെൻ്റർ ഉണ്ട്, അവിടെ വരെ പോകാം. പറഞ്ഞു, പോയേക്കാം. നടന്ന് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും നേരത്തെ തോന്നിയ ഒരു ഇറിറ്റേഷൻ തോന്നി. അവിടെ ചെന്നപ്പോൾ കയറി കിടന്നു കഴിഞ്ഞപ്പോൾ പറയാം, ടെക്നീഷ്യൻ ഇല്ല, 10 മിനിറ്റ് കഴിഞ്ഞേ വരും. ആ ഡോക്ടർ പറഞ്ഞു, വേണ്ട, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയേക്കാവുന്നു. അവിടെ ചെന്നു, വളരെ ശാന്തമായിട്ടാണ് ചെല്ലുന്നത്, യാതൊരു പ്രശ്നവുമില്ല. എനിക്കിവിടെ ഒരു ചെറിയ ഇറിറ്റേഷൻ തോന്നുന്നു, അതിൽ കൊള്ളൊന്നുമില്ല. എനിക്ക് ECG എടുത്തറിയാം. എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആൾ ഓടി വന്ന് എൻ്റെ ഉടുപ്പ് മോരി, മറ്റേ ആൾ എൻ്റെ പാൻസ് മോരി, കൈയും കാലും മുഴുവൻ അവർ ഷേവ് ചെയ്തു വിതിൻ സെക്കൻഡ്സ്. എക്കോ എടുക്കാളം വന്ന ആൾ തുടങ്ങി വെച്ചെന്നെ പറഞ്ഞു, ആ ട്രോളിയോടെ എന്നെ കൊണ്ടുപോകാൻ കാത്ത് ലാബിലേക്ക്. എന്താ എവിടെയാണ് ചിന്തിച്ചു നോക്കിക്കേ. യാതൊരു അല്ലലുമില്ലാതെ വളരെ സുഖമായി ഈ യാത്ര ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് പ്രക്ഷുബ്ധമായൊരു അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് ചെന്നുപെടുകയാണ്. എന്നാൽ ഈ പ്രക്ഷുബ്ധതയുടെ നടുവിലും താങ്ങുന്ന ഒരു ദൈവം, നീക്കുപോക്ക് നൽകുന്ന ഒരു ദൈവം. രസം എന്താണെന്നറിയാമോ? ഞങ്ങൾ കാറിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു, ബിഷപ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒരു സീനിയർ ഡോക്ടറുണ്ട്, നല്ല എത്തിക്സ് ഉള്ള ആളാണ്, നമുക്ക് അദ്ദേഹത്തെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഈ കാത്ത് ലാബിന്റെ മുൻപിൽ അദ്ദേഹം എന്നെ നോക്കി നിൽക്കുന്നത് പോലെ അവിടെ നിൽക്കുക. ഈ ഒറ്റ കാർഡിയോളജിസ്റ്റ് മാത്രമേ അന്നേരം അവിടെ ഉള്ളൂ. 7 കാർഡിയോളജിസ്റ്റ് ഉള്ള ഹോസ്പിറ്റലാണ്. ഇദ്ദേഹം മാത്രം ബിഷപ്പിനെ നോക്കി നിൽക്കുന്നത് പോലെ അവിടെ നിൽപ്പുണ്ട്. എല്ലാ പ്രക്ഷുബ്ധതകളുടെ നടുവിലും നീക്കുപോക്ക് നൽകുന്ന ഒരു ദൈവം. ആ ദൈവത്തിന്റെ പരിചരണത്തിലും കാവലിലുമാണ് നമ്മൾ നിലനിൽക്കുന്നത്. ദാവീദ് ജീവിത അനുഭവത്തിൽ നിന്ന് പറഞ്ഞതും അത് തന്നെയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിലൂടെ നെട്ടോട്ടമോടിയ സാഹചര്യങ്ങളുടെ നടുവിൽ പരിപാലിച്ച് നിലനിർത്തിയ ദൈവത്തിന്റെ വലിയ കരുതൽ, അതോർത്ത് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ നടത്തുന്ന ദൈവം. നമ്മളുടെ മിഷൻ ഫീൽഡുകൾ പലതും ഇന്ന് പ്രതിസന്ധിയിലല്ലേ? മഹായുടെ സംബന്ധിച്ചോളം 19 മിഷൻ സെന്ററുകളാണ് ഉള്ളത്. ആ പല മിഷൻ സെന്ററുകളിലും എന്തിന്? സൗത്ത് ഇന്ത്യയിൽ മൈസൂരിലുള്ള ഞങ്ങളുടെ മിഷൻ സെന്ററിൽ ഞങ്ങളുടെ മിഷണറി അച്ഛന് കുപ്പായം ഇട്ടുകൊണ്ട് ഗ്രാമത്തിൽ ചെല്ലാനൊക്കത്തില്ല, പണിങ്ങ് കൊടുത്തിരിക്കുകയാണ്. അത്രമാത്രം പ്രതികൂലതകളുടെ നടുവിലാണ് ഇന്നവർ വേല ചെയ്യുന്നത്. ഞങ്ങൾ മിഷണറിമാരായി വേല ചെയ്ത കാലഘട്ടം വേണ്ട 30 വർഷങ്ങൾക്ക് മുൻപ് ഏത് വീട്ടിലും ചെന്ന് കയറാം,
ആരുടെയും ഏത് കമ്മ്യൂണിറ്റി ജാതി വ്യത്യാസമില്ലാതെ ഉന്നത കുലസ്ഥരുടെ തൊട്ട് ആരുടെയും വീട്ടിൽ കയറുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ആ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നതൊക്കെ മാറി പ്രക്ഷുബ്ധമായ കാലഘട്ടങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുക, ഇത് ജീവിതത്തിന്റെ രണ്ട് അനുഭവങ്ങൾ, പച്ച പുൽപ്പുറത്തിന്റെ അനുഭവം മാത്രമല്ല, പിന്നെയോ കൂരിൽ താഴ്വരയുടെ അനുഭവങ്ങളും, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അനുഭവം മാത്രമല്ല, പ്രക്ഷുബ്ധമായ വെള്ളത്തിന്റെ അനുഭവങ്ങളും നിന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കണമോ? ഈ ദൈവത്തെ മുറുകെ പിടിച്ച് നിലനിൽപ്പാൻ സാധിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ അനുഭവങ്ങളുടെ നടുവിൽ എന്നെയും നിങ്ങളെയും സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത് എന്താ? ഇത് ദാവീദ് അടുത്ത ഭാഗത്ത് വ്യക്തതയോടെ പറയുന്നു. ഇതൊന്നുമില്ലാത്തതല്ല ജീവിതം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളതാണ്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ എന്താ നമ്മളെ സ്റ്റെബിലൈസ് ചെയ്ത് ശാന്തമായി ജീവിതയാത്ര മുൻപോട്ട് നയിക്കുവാൻ സഹായിക്കുന്നത് എന്ന് തൻ്റെ സ്വന്തം ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുക. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 19-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ ദാവീദിനെ ശൗൽ കൊല്ലുവാൻ എടുക്കുന്ന പരിശ്രമങ്ങളെ പറ്റിയൊക്കെ വിവരിക്കുന്നു. അപ്പോൾ ഈ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ദാവീദ് എന്താ നമ്മളെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത് എന്ന് ഈ സങ്കീർത്തനത്തിൽ ഓർമ്മപ്പെടുത്തുക. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലൂടെ കടന്നുപോയപ്പോൾ എന്താ നമ്മെ സ്റ്റെബിലൈസ് ചെയ്ത് നിലനിർത്തിയത്? സങ്കീർത്തനക്കാരൻ 3-ാം വാക്യത്തിൽ പറയുക, തിരുനാമം നിമിത്തം നീതിപാതകളിൽ നടത്തുന്നു. ആ തിരുനാമം എന്നുള്ളതിന് ഞാൻ ഒരു ഇച്ചിരി വ്യത്യാസം പറ്റി തിരുവചനമെന്ന് അങ്ങാക്കി. ഈ തിരുവചനം പഠിക്കുന്നതാണ്. വളരെ ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ, ആരും കൈപോക്കണ്ട. ഇന്നലെ 2 നേരം ബൈബിൾ വായിക്കാനൊത്തോ? ബിഷപ്പ് ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ചോദിക്കാതെ അല്ലേ? ആണോ? ഇന്ന് ഞാനും നിങ്ങളും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമായത്, ഈ സത്യവചനം ഒന്ന് വായിക്കുവാൻ ഇതെന്നെ നീതിപാതകൾ നടത്തുന്ന എൻ്റെ ജീവിതത്തെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ്, എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ ശക്തീകരിക്കുന്നതാണ്. വിശ്വാസ സമൂഹമേ, ഇന്ന് ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇതിന് സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലത്തിലായി തീയിരിക്കുന്നു. ദൈവവചനവുമായുള്ള ബന്ധം എപ്രകാരമാണ്? ദൈവിക നീതിയെ പറ്റിയുള്ള ബോധ്യം എന്താ നമ്മളുടേത്? ഒരു കാര്യം നമ്മൾ ഓർക്കണം, ലോകത്തിന്റെ നീതിയുടെ നേരെ വിപരീതമാണ് ദൈവിക നീതി എന്ന് മറന്നു പോകരുത്. ഞാനും നിങ്ങളും ലോകത്തിന്റെ നീതിയുടെ പിന്നാലെ നെട്ടോട്ടം ഓടുന്നവരായിരുന്നു. ദാവീദ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, തിരുനാമമാണ്, ദൈവവചനമാണ് എൻ്റെ ജീവിതത്തിന് സ്വസ്ഥത നൽകുന്നത്. ഈ പ്രക്ഷുബ്ധമായ ലോകത്തിൽ മുൻപോട്ട് പോകുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന രണ്ടാമത്തെ ഘടകം എന്താ? അവിടെ പറയുക, 4-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, ഭയം കൂടാതെ ജീവിക്കുക. 4-ാം വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നമ്മെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്ന ഏക കാര്യം, ഒന്നാമത്തെ കാര്യം ദൈവവചനത്തിൽ വേരൂന്നുക. അത് വായിക്കുവാനും പഠിക്കുവാനും സാധിക്കുന്ന അനുഭവം. ഇതെന്ത് ചെയ്യും? ഭയം കൂടാതെ ഈ ലോകത്തിൽ ജീവിപ്പാൻ എനിക്ക് ശക്തി നൽകും. ഒരനർത്ഥത്തിലും ഭയപ്പെടാതെ അചഞ്ചലമായി മുന്നോട്ട് നീങ്ങുവാൻ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുക. ഇതൊരു ഒരു മേജർ ഇഷ്യൂ അല്ലേ ഇത്? വേദപുസ്തകം ഉടനീളം 365 പ്രാവശ്യവും എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഭയപ്പെടേണ്ട എന്ന്. പക്ഷേ
ഭയത്തിന്റെ നടുവിലാണ് പലപ്പോഴും ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമായി നിന്നോട് കൂടെയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഭയത്തോടെയാണ് ഞാൻ ജീവിതത്തെ കാണുവാൻ ശ്രമിക്കുന്നത്. സംഖ്യാപുസ്തകം അതിന് 13-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആ ഭാഗം ഇസ്രായേൽ ജനത മോശയോട് എതിർത്തിരുന്ന ഒരു ഭാഗമാണ്. കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയതൊക്കെയാ പശ്ചാത്തലമെന്നറിയാം. കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയവർ നൽകുന്ന റിപ്പോർട്ട് എല്ലാം പറയുന്നുണ്ട്. അവിടെ പാലും തേനും ഒഴുകുന്ന ദേശമാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, സമൃദ്ധമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ അവർ കൊടുക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? അവർ മല്ലന്മാരാണ്. അതെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവരോട് പറയുക, ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവുമുള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു എന്ന് പറഞ്ഞ് നീണ്ട ഒരു ചരിത്രം അവരോട് പറയുക. എന്താ അവിടെ സംഭവിക്കുന്നത്? ഇസ്രായേൽ ജനത മോശയ്ക്കെതിരെ തിരിയുന്ന ഒരു വലിയ അനുഭവം. പ്രതികൂലതകളുടെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടപ്പോൾ ഇതുവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തെ ചോദ്യം ചെയ്യുന്ന, ഇതുവരെ നന്മ നൽകി വഴി നടത്തിയ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഇസ്രായേൽ ജനത. നമ്മൾ വ്യത്യസ്തരാണോ? ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താ? എന്നാൽ നാം ആ ഭാഗം വായിക്കുമ്പോൾ കാലേബ് പറയുന്ന ഒരു വലിയ മറുപടി ഉണ്ട്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ പറയുക, നാം ചെന്ന് കൈവശമാക്കുക. നമ്മുടെ മനോഭാവം എന്തെന്നുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കുറച്ചുപേരെ എന്ന് പറഞ്ഞു, ദാറ്റ്സ് ഇംപോസിബിൾ, നടക്കാൻ പോകുന്ന കാര്യമല്ലത്. കാലേബ് പറയുക, that's possible. എന്താ പ്രശ്നം, വ്യത്യാസം? അവന്റെ ദൈവത്തിലുള്ള സമർപ്പണം, ദൈവത്താൽ ഇത് സാധ്യമാണെന്നുള്ള ഉറപ്പ്. എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക, ഈ പ്രതികൂലതകളുടെ നമ്മിൽ ഭയപ്പെട്ട് പിന്മാറുവാനുള്ള താല്പര്യമോ, നിന്റെ ചാരെ നിൽക്കുന്ന ഒരു ദൈവം, കൂടെ നിന്ന് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. നമ്മുടെ മക്കൾ പറയണം, നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ഈ ജീവനുള്ള ദൈവമുണ്ട് എന്ന്. എങ്ങനെ പറയുന്നത്? എന്റെയും നിങ്ങളുടെയും ജീവിതം കണ്ട്, പ്രവർത്തനം കണ്ട്. നമ്മുടെ അയൽവക്കക്കാർ എന്തു പറയും നമ്മളെ പറ്റി? നമുക്ക് ധൈര്യമായി പറയുവാൻ സാധിക്കുമോ ഈ ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന്? പ്രതിസന്ധിയുടെ നടുവിൽ പറയുവാൻ സാധിക്കുമോ ഈ ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന്? ദൈവത്തിന്റെ വടിയും കോലും നിന്നോട് കൂടെയുണ്ട് എന്ന്. ആ ദൈവത്തിന്റെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ എനിക്ക് മുൻപായി പ്രയാണം ചെയ്തൊരു ദൈവം. ഇടയൻ മുന്നിലാണ് നടക്കുന്നത്, അവന്റെ പിന്നിലായി ആടുകൾ. നമ്മുടെ കോലാടുള്ളിടത്താണ് നമ്മൾ പുറകിൽ നിൽക്കുന്നത്. ആന്ധ്രയിൽ ദീർഘവർഷങ്ങൾ മിഷണറിയായി വേല ചെയ്തപ്പോൾ ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ കണ്ടതാണ്. ആടുകളുടെ മുൻപിലായി ഇങ്ങനെ അവർ പോകുന്നു. വലിയൊരാൾക്കൂട്ടം ആടുകളുടെ കൂട്ടം അതിന്റെ പിന്നാലെ പൊക്കോളും. ആ ദൈവത്തിന്റെ വടിയും കോലും നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടോ? അവിടെ കറക്റ്റ് ചെയ്യുന്ന അനുഭവമുണ്ട്. വഴികാട്ടുന്ന അനുഭവം മാത്രമല്ല, എന്നെയും നിങ്ങളെയും കറക്റ്റ് ചെയ്യുന്ന, തിരുത്തുന്ന അനുഭവം. ആ തിരുത്തലിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ?
തിരുത്തലിന് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും. 4-ാമത് സങ്കീർത്തനക്കാരനോട് പറയുകയാണ് 5-ാം വാക്യത്തിൽ, ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ദാവീദിന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ശത്രു ആരാ? വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ശത്രു ആരാ? ഞാൻ തന്നെയല്ലേ, അതോ മറ്റുള്ളവരാണ്? നമ്മൾ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശത്രു എന്ന് പറയുന്ന യാഥാർത്ഥ്യം. ശത്രു പലപ്പോഴും വെളിയിൽ നിന്നല്ല, ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതിനെ നിയന്ത്രിക്കാൻ സാധിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം ഏറെ പ്രതിസന്ധിയുള്ളതാണ്. ഇന്നലെ ഒരു സ്കൂളിന്റെ മീറ്റിങ്ങിൽ ഞാൻ പോയപ്പോൾ അവിടെ ഒരു DYSPയും ആ നാട്ടിലെ MLAയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്, പിതാവേ, എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. കാരണം അവരെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക തെറ്റിലേക്ക്, ഈ കെമിക്കലിന്റെ പിൻപിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ലോകമാണ്. എത്ര കുഞ്ഞുങ്ങളാണ് കൈവിട്ടു പോകുന്ന അനുഭവങ്ങൾ. അതുകൊണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുക, നമ്മുടെ ശത്രു നമ്മിൽ തന്നെയാണ്, നാം തന്നെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ നിയന്ത്രിപ്പാൻ, എൻ്റെ മനസ്സിനെ നിയന്ത്രിപ്പാൻ, എൻ്റെ ഇച്ഛകളെ നിയന്ത്രിപ്പാൻ ദൈവം തമ്പുരാന്റെ കരങ്ങളെ ഏൽപ്പിക്കുക മാത്രമേ ഉള്ളൂ മാർഗം. എൻ്റെ അതിമോഹങ്ങളും എൻ്റെ അത്യാഗ്രഹങ്ങളും അല്ലേ പലപ്പോഴും എന്നെ കൊണ്ട് പടുകുഴിയിൽ ചാടിക്കുന്നത്, തെറ്റായ പന്ഥാവിലേക്ക് എന്നെയും നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് എൻ്റെ അതിമോഹങ്ങളല്ലേ? നെഹമ്യാവിന്റെ പുസ്തകം വായിച്ചു വരുമ്പോൾ നെഹമ്യാവ് ആ മതിലുകളൊക്കെ പണിയുന്ന പ്രക്രിയയിൽ നാം കാണുന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. നെഹമ്യാവ് നേരിടുന്ന പ്രതിസന്ധി കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ജനങ്ങൾ അവിടെ എതിർക്ക് വരുന്നതായ ഒരു അനുഭവം. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ, നമുക്ക് സമയമില്ല, 7-8 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സൻബല്ലത്തും തോബിയാവും ഒക്കെ നെഹമ്യാവിനെ എതിർക്കുന്നു. അത് നമുക്ക് മനസ്സിലാകും. പുറത്തുനിന്ന് വരുന്ന ശത്രുക്കളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ നിന്റെ സഭയിൽ നിന്റെ കൂടെ നടന്ന് നിന്റെ സഭയിൽ തകർക്കുന്നവരെ തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ട്. നിന്റെ കുടുംബത്തിൽ നിന്നോട് ചേർന്ന് നിന്ന് ആ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുന്നത് തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടാണ്. 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കൂടെയുള്ള ചുമട്ടുകാരും ശക്തി ക്ഷയിച്ചു പോകുന്നു, കല്ലും മണ്ണും ഇനിയും വളരെ കിടക്കുന്നു, ആകയാൽ മതിൽ പണിയുവാൻ നമുക്ക് കഴിയില്ല. നെഹമ്യാവിന് അതുവരെ സൻബല്ലത്തിനെയും തോബിയാവിനെയും ഒക്കെ നോക്കിയാൽ മതിയായിരുന്നു. പ്രഷർ ഫ്രം ഇൻസൈഡ്. തിരിച്ചു വരാം. നമ്മുടെ ശത്രുക്കൾ പലപ്പോഴും നാം തന്നെയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളതാണ്. പുറമെയുള്ള ശത്രുക്കളെയും അവരുടെ തന്ത്രങ്ങളെയും തിരിച്ചറിയുവാൻ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് നാം ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇച്ഛകൾ പലപ്പോഴും നമ്മെ പൈശാചികതയിലേക്ക് കൊണ്ടെത്തിക്കല്ലേ. ഈ ദിനംതോറും വായിക്കുന്ന പേപ്പറുകൾ വായിക്കുന്ന അറുംകുലകളുടെ ചിത്രങ്ങൾ, ദാരുണമായ കുലപാതകങ്ങളുടെ ചിത്രങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്രയോ വേദനാജനകമായ അനുഭവങ്ങളാണ്. അവന്റെ മനസ്സിൽ ഉടലെടുക്കുന്ന നീചമായ ചിന്തകളുടെ ആലോചനയുടെ ഫലം. നീ ദൈവത്തിന് നിന്റെ സ്പേസ്, ഹൃദയത്തിന്റെ സ്പേസ് നൽകിയില്ലെങ്കിൽ അവിടെ കയറിയിരിക്കാൻ വേറെ ആളുകൾ എത്തും. അത് നിന്നെ തെറ്റിലേക്ക്, പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കും.
എൻ്റെ സമയം ഏകദേശം അവസാനിക്കാനുള്ളൂ. ഞാൻ നീങ്ങട്ടെ പെട്ടെന്ന്. നീ തന്നെ നിനക്ക് ശത്രുവെന്ന്. ആ ശത്രുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ദാവീദിനെ സംബന്ധിച്ച് ഒരർത്ഥത്തിലും ചിന്തിച്ചു നോക്കിയേ. തൻ്റെ സ്വന്തം പിതാവ്, ഞാൻ പറയും ഇശായി പോലും ദാവീദിന് ശത്രുവായിരുന്നു എന്ന് പറയും. എന്താ? മക്കളെയെല്ലാം കാണിക്കാൻ പറഞ്ഞു, രാജാവാക്കാൻ. 7 പേരെ കൊണ്ട് കാണിച്ചു. ഇനിയും ആരെങ്കിലും ഉണ്ടോ? ആടിനെ തീറ്റി നടക്കുന്ന ഒരു കൊച്ചനുണ്ട്, അവനെ വിളിക്കാൻ. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മക്കളെ തുല്യതയോടെ നിലനിർത്തുവാൻ, ഒന്ന് സ്നേഹിപ്പാൻ സാധിക്കുന്നുണ്ടോ? വേദപുസ്തകം പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ മക്കളെ വേർതിർത്തിയതയോടെ വളർത്തിയതിന്റെ ഫലമായി, സ്നേഹിച്ചതിന്റെ ഫലമായി കുടുംബങ്ങൾ തകർന്നുപോയ ചരിത്രം, മക്കൾ രണ്ടു വഴിക്ക് പോയതിന്റെ ദീർഘമായ ചരിത്രം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയരെ, പോട്ടെ, തിരിച്ചു വരട്ടെ. മക്കളെ വില കുറച്ച് കാണരുത്. എന്നാൽ ദൈവം ദാവീദിനെ അവിടെ എടുത്ത് അഭിഷേകം ചെയ്യുക. അവസാന ഭാഗത്തേക്ക് വരട്ടെ. പ്രതികൂലതകളുടെ നടുവിൽ നമ്മെ കരുതുന്ന, നമ്മെ അനോയിന്റ് ചെയ്യുന്ന ഒരു വലിയ ദൈവം ഇന്നും ജീവിക്കുന്നു. എന്തിനാ എന്നെയും നിങ്ങളെയും അനോയിന്റ് ചെയ്താക്കുന്നത്, അഭിഷേകം ചെയ്താക്കുന്നത്? ഈ ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ. അതിന് അച്ഛനും ഉപദേശിയും ബിഷപ്പും ഒന്നും ആകണമെന്നില്ല. ഒരു ദൈവ പൈതലായി ജീവിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഈ ക്രിസ്തുവിന്റെ സാക്ഷിയായി സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ ദൈവത്തെ ചൂണ്ടിക്കാണിപ്പാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാം. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ. 6-ാം വാക്യം, ഏറ്റവും അവസാനം ദാവീദ് പറയുക, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയനായ യേശു കർത്താവിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഈ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുന്ന നല്ല ഇടയൻ. ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുവാൻ ശ്രമിച്ചതാണ്. ഈ നല്ല ഇടയനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരികയായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥത നൽകുന്ന അനുഭവം മാത്രമല്ല, പ്രതികൂലതകളുള്ളതാണ്, പച്ചപ്പുൽപ്പുറത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ അന്തരീക്ഷങ്ങൾ, ശാന്തമായ അനുഭവങ്ങൾ, പരിശുദ്ധമായ അനുഭവങ്ങൾ. ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തെ മുറുകെ പിടിച്ചു മുന്നേറുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മെ ശക്തീകരിക്കും.